ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ അറിയപ്പെടുന്നത് സർമൺ ഓൺ മൗണ്ട് അഥവാ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ്. കർത്താവ് മലയിൽ കയറി തൻ്റെ ശിഷ്യന്മാരോട് നൽകുന്നതായ ഉപദേശങ്ങളാണ്. ഇത് മറ്റ് സുവിശേഷങ്ങളിലും ഈ ഗിരിപ്രഭാഷണത്തിൽ ഭാഗങ്ങളുണ്ട്, പക്ഷെ പല അധ്യായങ്ങളിലായിട്ട് അത് കിടക്കുന്നുവെന്ന് മാത്രം. മത്തായി സുവിശേഷം അതെല്ലാം കൂടെ ചേർത്ത് 5, 6, 7 അധ്യായങ്ങളായിട്ട് എഴുതിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ 3 അധ്യായങ്ങൾ മാത്രം വായിച്ച് നമ്മൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നല്ല വിശ്വാസികളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എന്താണ് ഭാഗ്യം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഘോഷിക്കേണ്ടത്, ആരെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ദാനധർമ്മം ചെയ്യേണ്ടത്, ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ 3 അധ്യായങ്ങളിലായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ ലളിതമായ ഭാഷയിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതായ ഭാഗങ്ങളാണിത്. ലോകപ്രശസ്തരായ ആളുകളൊക്കെ, അക്രൈസ്തവരായ ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ മഹാത്മാഗാന്ധി, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ എടുക്കുകയും ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ കർത്താവ് ഇവിടെ അവൻ മലയിൽ കയറി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് ഭാഗ്യങ്ങളെക്കുറിച്ചാണ്. ഹു ആർ ബ്ലെസ്ഡ്, ആരാണ് അനുഗ്രഹീതർ, അല്ലെങ്കിൽ ആരാണ് ഭാഗ്യവാന്മാർ. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെ ഭാഗ്യവാനെന്ന് പറയണമെങ്കിൽ അവൻ ദീർഘായുസ്സോടെ ജീവിക്കുക, രോഗങ്ങളോ കഷ്ടതകളോ ജീവിത പ്രതിസന്ധികളോ ഇല്ലാത്ത ജീവിതം നയിക്കാൻ സാധിക്കുക, സമ്പത്ത് വർദ്ധിക്കുക, ആ തലമുറകളെ കാണാനുള്ള ഭാഗ്യം അവനുണ്ടാവുക. ഇങ്ങനെയുള്ളതായ ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ ഭാഗ്യവാന്മാരാണെന്ന് പഴയ നിയമം പറഞ്ഞു. ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് ഭാഗ്യമെന്ന് പറഞ്ഞത് ഭൗതികമായ രീതിയിലുള്ള ഇങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഭാഗ്യമെന്ന് കർത്താവോ സ്ത്രീഹന്മാരോ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കർത്താവ് ഭാഗ്യം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് ദരിദ്രർ ഭാഗ്യവാന്മാരെന്നും പറഞ്ഞാണ്. ഒന്നാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ദാരിദ്ര്യം വാസ്തവത്തിൽ ഭാഗ്യമാണോ? അല്ല. ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദാരിദ്ര്യവും സമൃദ്ധിയും ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ മരുഭൂമിയുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചതുപോലെ തന്നെ സന്തോഷത്തിൽ ദാരിദ്ര്യമുണ്ട്, അതാണല്ലോ ദുഃഖം. സമാധാനത്തിലുണ്ട് അസമാധാനം, ആരോഗ്യത്തിലുണ്ട്, അതാണ് രോഗം. സമ്പത്തിലുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദാരിദ്ര്യവും സമ്പത്തുമുണ്ട്. അപ്പോൾ ദാരിദ്ര്യം ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞത് ഏതർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക? ദാരിദ്ര്യമുണ്ടാകുമെന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുക? സാമ്പത്തിക ദാരിദ്ര്യമുള്ളവൻ ആ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ്റെ ആഗ്രഹവും അവൻ്റെ പരിശ്രമവും എല്ലാം. ആരോഗ്യത്തിൽ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ നമ്മൾ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും അതിനു വേണ്ട പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. സമാധാനത്തിൽ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ജ്ഞാനത്തിൽ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ അതിനു വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. സൗന്ദര്യത്തിൽ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ അതിനു വേണ്ട ക്രമീകരണമൊക്കെ നമ്മൾ ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത്. അപ്പം എല്ലായ്പ്പോഴും ദാരിദ്ര്യമുള്ളവൻ സമ്പത്തുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മദാരിദ്ര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആത്മദാഹമുള്ളവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവത്തെ അറിയാനും ദൈവവചനങ്ങൾ കേൾക്കുവാനുമൊക്കെ ആഗ്രഹമുണ്ടാകുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആത്മദാഹം.
യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. നമുക്കറിയാം, ഒരാളുടെ ദാഹം തീർക്കാൻ എത്ര വെള്ളം ആവശ്യമുണ്ട്? 2, 3, 4 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം തീരും. എന്നാൽ ഒരു നദി ഒഴുകിയാലോ ആരുടെയൊക്കെ ദാഹം തീരും? ഒരു ദേശത്തിൻ്റെ മുഴുവൻ നദി ഏതൊക്കെ പ്രദേശങ്ങളിലൂടെ പോകുന്നുവോ അവിടെയുള്ള എല്ലാ പക്ഷിമൃഗാദികളും സസ്യലതാദികളും ആ വെള്ളം കുടിച്ച് ജീവിക്കും, ആശ്വാസം ലഭിക്കും. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരാൾ ദൈവത്തിൽ നിന്ന് തൃപ്തനായാൽ അവൻ മുഖാന്തരം അനേകരെ തൃപ്തരാകാൻ കാരണമായിട്ട് തീരും. അപ്പം അങ്ങനെ ആത്മദാഹം നമുക്കുണ്ടാകണം. ദൈവവചനം വായിക്കാനുള്ള ആഗ്രഹം, കേൾക്കാനുള്ള ആഗ്രഹം, ദേവാലയത്തിൽ പോകാനുള്ള ആഗ്രഹം, പ്രാർത്ഥിക്കാൻ ആരാധിക്കാനുള്ള ആഗ്രഹം, ആ ആത്മദാഹമുള്ളവനാണ് ഭാഗ്യവാൻ. അപ്പോൾ ആത്മസമ്പന്നനോ ആത്മാവിൽ സമ്പന്നനോ നമ്മൾ ചിന്തിക്കുക. 2 പേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ വന്ന ഉപമ കർത്താവ് പറഞ്ഞു. ഒന്ന് ചുങ്കക്കാരൻ, മറ്റേത് പരീശൻ. പരീശൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ആത്മസമ്പന്നനെ പോലെയാണ്. കർത്താവേ, ഞാൻ ഈ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആദ്യമേ തന്നെ അവൻ്റെ സഹോദരനായി കരുതേണ്ട മനുഷ്യനെ അവൻ അപഹസിക്കുകയാണ് ചെയ്തത്. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നവനാണ്, എനിക്ക് കിട്ടുന്നതിലൊക്കെ ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ്. അവൻ്റെ ആ സ്വയമായ പ്രവർത്തനങ്ങളുടെ പോഴ്ചയാണ് അവൻ പറഞ്ഞത്. അവൻ ആത്മസമ്പന്നനെ പോലെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചുങ്കക്കാരനായ മനുഷ്യനോ ആത്മദാരിദ്ര്യമുള്ളവനെ പോലെ പ്രാർത്ഥിച്ചു. അവനൊന്നും പോരാൻ, ദൈവമേ, മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത്. അതിനാണ് ആത്മദാഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ആത്മദാഹമുള്ളവരായി ദൈവത്തെ അറിയുവാനും കേൾക്കുവാനും ഒക്കെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനോഭാവം വരുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. രണ്ടാമത് കർത്താവിടെ പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഏത് ദുഃഖത്തെക്കുറിച്ചാണ് കർത്താവിടെ പറഞ്ഞത്? നമുക്ക് ദുഃഖമുണ്ട്. എന്തിനെക്കുറിച്ചാണ്? ഭൗതികമായതിനെ ലഭിക്കാതെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും നമുക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖത്തെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്, ആത്മസംബന്ധമായ ദുഃഖത്തെക്കുറിച്ചാണ്. നമുക്ക് പലപ്പോഴും ഇല്ലാത്ത ഒരു ദുഃഖമാണത്. നമുക്ക് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചും ശാരീരികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങളും നിരാശകളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആത്മസംബന്ധമായി നമ്മൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ആത്മദാഹം ഉള്ളതുപോലെ ആത്മാവിനെക്കുറിച്ച് ദുഃഖമുണ്ടാകണം. നമുക്കറിയാം, ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് എന്ന മഹാമാരി ലോകത്തെയൊക്കെ ബാധിച്ചു, നമ്മളെയൊക്കെ ബാധിച്ചു. അപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്, ഈ രോഗം വരാതിരിക്കാൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏത് രോഗം ബാധിച്ചു മരിച്ചാലും സ്വർഗരാജ്യത്തിന് അതൊന്നും ഒരു തടസ്സമല്ല. ഏത് രോഗം ബാധിച്ച് മരിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാം. ഒരൊറ്റ രോഗം മാത്രമേ പ്രശ്നമുള്ളൂ, പാപമാകുന്ന രോഗം. അതുമാത്രമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള തടസ്സമെന്ന് പറയുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആത്മാവിനെ. കർത്താവ് പറഞ്ഞത് മുഴുവൻ ആത്മസംബന്ധമാണ്. അതാണ് കർത്താവ് പറഞ്ഞ, ഈ പുഴുവും തുരുമ്പും നശിപ്പിക്കുന്ന ഭൂമിയിലല്ല സമ്പാദ്യമുണ്ടാവേണ്ടത്, നശിപ്പിക്കാത്ത സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാവട്ടെ എന്ന് കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ആത്മാവിനെക്കുറിച്ച് ദുഃഖിക്കുന്നത് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് മാത്രമല്ല, സഹോദരൻ്റെ, എന്നെ ഞാൻ കാണുന്നവൻ്റെ, സ്നേഹിക്കുന്നവൻ്റെയൊക്കെ ആത്മാവിനെക്കുറിച്ച് ദുഃഖമുണ്ടാകണം. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, അവനൊരു ചെയ്യാൻ പാടില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകണം. അവനെ നമ്മൾ ഉപദേശിക്കണം, അല്ലെ അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിന് തുല്യമാണ്. അപ്പം അങ്ങനെ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും ഞാൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള ദുഃഖം നമുക്കുണ്ടാകണം. അപ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം നമുക്ക് ഇത് ലഭിക്കുക. മൂന്നാമത് കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും.
ഇവിടെ ശാന്തശീലർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് സൗമ്യത എന്ന് ചോദിച്ചാൽ, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അല്ലെങ്കിൽ നിരാശയിലും സാമ്പത്തിക ഭദ്രതയിലും ദാരിദ്ര്യം നമുക്ക് നേരിടുമ്പോഴും രോഗങ്ങളിലും സൗഖ്യങ്ങളിലും എല്ലാം ഏത് ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വന്നാലും അവിടെ എല്ലാം സൗമ്യതയോടെ ശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുന്ന ആ സ്വഭാവത്തിനാണ് സൗമ്യത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ഭൂതലത്തിൽ മോശയെ പോലെ സൗമ്യനായ ഒരു വ്യക്തിയില്ലായിരുന്നു എന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ മോശ കടന്നുപോയി. ദൈവം വിളിക്കുന്നതിന് മുൻപ് പെട്ടെന്ന് കോപിച്ച് ഒരു മിസ്രയീംകാരനെ അടിച്ചു കൊന്നവനാണ്. പക്ഷെ ദൈവവിളി ലഭിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ ഒരു മഹാപുരോഹിതനായി ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം മോശ ഒരിക്കലും ഏതെല്ലാം മോശയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം അവനെ മോശയെക്കുറിച്ച് അവർ പറഞ്ഞു, മോശയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെല്ലാം പറഞ്ഞു. പക്ഷെ മോശ തൻ്റെ സങ്കടങ്ങളും പരാതികളൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ ജനങ്ങളോട് മോശ സൗമ്യതയോടെയാണ് ഒക്കെ പ്രവർത്തിച്ചത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവന് സന്തോഷമുണ്ടായ അനുഭവങ്ങളുണ്ട്, ദുഃഖമുണ്ടായ അനുഭവമുണ്ട്, നിരാശയുണ്ടായ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതിലൂടെ ഏത് തലങ്ങളിലൂടെ നമ്മൾ കടക്കേണ്ടി വന്നാലും നമ്മൾ സൗമ്യതയോടെ അതിനെ സ്വീകരിക്കണം. നമ്മൾ ഈ ഭൂമിയെ നോക്കി ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏതെല്ലാം കാലാവസ്ഥകളിലൂടെ ഈ ഭൂമി കടന്നു പോകുന്നുണ്ട്. തണുപ്പ്, ചൂട്, മഴ എന്ന് വേണ്ട എല്ലാ പ്രകൃതിയുടെ സകലവും പ്രതിഭാസവും ഭൂമി സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ ഏറ്റുവാങ്ങുന്നതുകൊണ്ടല്ലേ ഭൂമിക്ക് ഫലസമൃദ്ധി നൽകാൻ സാധിക്കുന്നത്. എനിക്ക് വെയിൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സസ്യാദികൾ ഉണ്ടാകുമോ? മഴ മാത്രം മതി എന്ന് പറഞ്ഞാൽ, അല്ലെ മഞ്ഞ് മാത്രം മതി എന്ന് ഭൂമി പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഭൂമി ഇതെല്ലാം സന്തോഷത്തോടെ സൗമ്യതയോടെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭൂമിക്ക് അനേകരുടെ ജീവൻ നിലനിർത്താൻ, ഫലങ്ങളെ നൽകുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഇതുണ്ടാവണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഫ്രിഡ്ജ്, TV മുതലായ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വാങ്ങാറുണ്ട്, സ്റ്റെബിലൈസർ എന്ന് പറയും. എന്തിനാണെന്നറിയാമോ? വോൾട്ടേജ് വേരിയേഷനെ തടയാനാണ്. വോൾട്ടേജ് കൂടിയാൽ ഈ മെഷീൻ കേടാവും, വോൾട്ടേജ് കുറഞ്ഞാലും കേടാവും. അപ്പോൾ ആ വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റെബിലൈസർ. ഇതുപോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന അനുഭവം ഉണ്ടാകണം. അതാണ് സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യത മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ ധനവാനും ദരിദ്രനുമാക്കരുത്. ധനവാനായി അഹങ്കരിച്ച് നീ ആരെന്ന് ചോദിപ്പാനും, ദരിദ്രനായി മോഷ്ടിച്ച് നിന്റെ കൽപ്പനകളെ ലംഘിക്കാനും എനിക്കിടയാവില്ല. രണ്ടും അബദ്ധം. ധനവാനായാൽ ഞാൻ അഹങ്കരിക്കും, ദൈവം ആരെന്ന് ഞാൻ ചോദിക്കും. ദരിദ്രനായാൽ മോഷ്ടിച്ച് കൽപ്പന ലംഘിക്കാൻ. അതുകൊണ്ട് അന്നന്ന് ആവശ്യമുള്ള അപ്പം തന്ന് എന്നെ പോറ്റണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ജീവിതം, ശാന്തശീലമായ സൗമ്യതയുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. പിന്നീട് കർത്താവ് പറഞ്ഞു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്നത് എന്താണ്? നീതി ഒരാൾക്ക് ലഭിക്കേണ്ട അവകാശം ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് നീതി. എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എനിക്ക് ലഭിക്കുന്നതാണ് എനിക്ക് ലഭിക്കേണ്ട നീതി. അത് നിഷേധിക്കപ്പെടുമ്പോൾ നീതി നിഷേധമാണ്. വീടില്ലാത്തവന് വീട് ലഭിക്കണം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം ലഭിക്കണം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം ലഭിക്കണം. ഓരോരുത്തർക്കും ലഭിക്കേണ്ടതായ അവകാശങ്ങൾ അവനവന് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് ഇല്ലാത്തവനത് ലഭിക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മൾ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരാണ്. അല്ല, നമുക്ക് നീതി നടത്തി കിട്ടണമെന്ന് മാത്രമല്ല, അതുപോലെ അപരനും കൊടുക്കാനുള്ള ദാഹം,
ഒരാഗ്രഹം എന്നിലുണ്ടാകുമ്പോഴാണ് ഞാൻ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവനായിട്ട് തീരുന്നത്. അപ്പം ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത കർത്താവ് പറഞ്ഞത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണയുണ്ടാകും. കർത്താവ് പറഞ്ഞു, ഞാൻ ബലിയിലല്ല കരുണയിലാണ് പ്രീതിപ്പെടുന്ന ദൈവം പോലും പറഞ്ഞിട്ടുണ്ട്. യാഗത്തേക്കാൾ കൂടുതൽ കർത്താവിന് ഇഷ്ടം കാരുണ്യമാണ്. നമുക്ക് മറ്റുള്ളവരോടുള്ള കരുണയാണ് ദൈവത്തിന് നമ്മളോട് കരുണ തോന്നാനുള്ള മാനദണ്ഡം. അതുകൊണ്ട് നമ്മൾ കർത്തൃ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. എന്നോട് കടംപെട്ടിരിക്കുന്നവനോട് ഞാൻ ക്ഷമിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ കടങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മറ്റുള്ളവരോട് നമുക്ക് കരുണയുണ്ടാകണം. മറ്റുള്ളവരുടെ വേദനകളെ പങ്കുവയ്ക്കാൻ സാധിക്കണം. അവൻ്റെ ജീവിത പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവരുള്ള കരുണയാണ് നമുക്ക് കരുണ ലഭിക്കാനുള്ള മാനദണ്ഡം എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പിന്നെ കർത്താവ് പറഞ്ഞു, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, മുഴുവൻ ശരീരത്തിൻ്റെ പുറത്തുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇന്ന മാംസം ഭക്ഷിക്കണം, ഇന്ന മത്സ്യങ്ങൾ ഭക്ഷിക്കണം, ബാക്കി ഭക്ഷിക്കുന്നവരൊക്കെ അശുദ്ധരായിട്ട് തീരും. സെമൺ ജാക്കുലേഷൻ സംഭവിക്കുന്ന പുരുഷൻ, മെൻസ്ട്രേഷൻ വീടുള്ള സ്ത്രീയെ, രണ്ടുപേരും അശുദ്ധരാണ്, അപൂർണരാണ്. ശുദ്ധീകരണ പ്രക്രിയകൾ, പാപപരിഹാര ബലികളൊക്കെ ചെയ്യണം. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃതശരീരത്തെ സ്പർശിക്കാൻ പാടില്ല, ശുദ്ധീകരണ പ്രക്രിയ ചെയ്യണം, രക്തം സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ ശരീരത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് വിശുദ്ധിയെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ കൂടുതലും നമ്മൾ വായിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞതെല്ലാം ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. ഒറ്റ വിശുദ്ധിയെ കർത്താവ് ആവശ്യപ്പെട്ടുള്ളൂ, അത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. കർത്താവ് പറഞ്ഞു, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണും. കാരണം നമ്മുടെ എല്ലാ പാപചിന്തകളും ഉടലെടുക്കുന്ന എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ഉടലെടുക്കുന്ന പാപചിന്തകൾ ചിലത് നമ്മൾ കർമ്മപരമായി ചെയ്യുന്നതോ ബാക്കിയൊക്കെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഹൃദയം പാപഭംഗിലമാവുകയാണ്. നമ്മൾ കർത്താവ് ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. ആ ഹൃദയവിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ് ആ ഹൃദയവിശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പിന്നെ കർത്താവ് പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനമുള്ളവരല്ല, ഉണ്ടാക്കുന്നവർ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ അവരുടെ സമാധാനം കെടുത്തുന്ന വാക്കുകൾ നമ്മൾ ചിന്തിക്കരുത്. ഓരോ ദിവസവും ചിന്തിക്കണം, ദൈവമേ, ഇന്നത്തെ എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ജീവിതം, എൻ്റെ സമീപനം ആരുടെയെങ്കിലും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമ പറയണം. ദൈവത്തോട് നമ്മൾ ക്ഷമ പറയണം. മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും ഉണ്ടാകുന്ന രീതിയിൽ അവരോട് പ്രതികരിക്കാനും അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ വാക്കുകളൊക്കെയാണ് പലപ്പോഴും ഉള്ള സമാധാനം നഷ്ടപ്പെടുന്നത്. വിമർശനങ്ങളൊക്കെ ആവശ്യമാണ്, അത് നല്ലതാണ്. പക്ഷെ അത് ക്രിയേറ്റീവായിരിക്കണം, സൃഷ്ടിപരമായിരിക്കണം. അതൊരിക്കലും ഡിസ്ട്രക്റ്റീവ് ആവരുത്. ഒരാളെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വിമർശിക്കാൻ പാടില്ല. വേദന ഉളവാക്കുന്ന രീതിയിൽ നമ്മൾ പരസ്യമായിട്ട് പറയാൻ പാടില്ല. വ്യക്തിപരമായിട്ട് ആളെ നമുക്ക് സ്നേഹത്തിൽ നമുക്കവരോട് പറയാം. അതിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞതാണ്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ദൈവസന്നിധിയിൽ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ അസമാധാനം നമ്മൾ മുഖാന്തരം ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞ്, ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, ഞാൻ സമാധാനപരമായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ, പറയുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ, പ്രതികരിക്കുകയുള്ളൂ എന്നൊരു തീരുമാനത്തോടെ ജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. നമുക്കറിയാം, അബ്രാഹാം ചെന്ന് ഹിത്യരുടെ ദേശത്ത് അബ്രാഹാം ചെന്നു. ഒരു ശത്രുക്കളാണ്.
അബ്രാഹാം കുഴിച്ച കിണറുകളൊക്കെ ഹിത്യർ വന്ന് മൂടി. അബ്രാഹാമിൻ്റെ ഭൃത്യന്മാർ വന്ന് അബ്രാഹാമിന് പറയുന്നുണ്ട് അവരോട് യുദ്ധം ചെയ്യണം. അബ്രാഹാമിന് പടയാളികളുണ്ട്, യുദ്ധം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അബ്രാഹാം അവരോട് പറഞ്ഞെന്താ അറിയുമോ? വേറെ കിണർ കുഴിച്ചോളാൻ പറഞ്ഞു. ഹിത്യർ വീണ്ടും പിറ്റേ ദിവസം വന്ന് അസൂയ കൊണ്ട് ആ കിണറും മൂടും. അവിടെ മരുഭൂമിയിൽ സമ്പത്താണ് കിണർ, ആടുമാടുകളെ കുടിപ്പിക്കണം. ആ സമ്പത്തൊക്കെ മറ്റുള്ളവർ വന്ന് നശിപ്പിക്കുമ്പോൾ അബ്രാഹാം അവിടെ യുദ്ധം ചെയ്തില്ല. അങ്ങനെ പല കിണറുകൾ മാറിക്കുടിക്കേണ്ടി വന്നു. അവസാനം ഹിത്യർ അബ്രാഹാമിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമുണ്ട്. ഒരു ദൈവപുരുഷൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഒരു ദൈവപുരുഷൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അബ്രാഹാം അവിടെ സുവിശേഷ പ്രസംഗങ്ങളൊന്നും നടത്തിയില്ല. അവർ കാണത്തക്കോണം അബ്രാഹാം ഒരു പ്രാർത്ഥനയും നടത്തിയില്ല. പിന്നെന്താണ് ദൈവപുരുഷൻ അബ്രാഹാമിനെ വിളിച്ചത്? പ്രതികാരം ചെയ്യാൻ അവസരമുള്ളപ്പോൾ ചെയ്തില്ല. യുദ്ധം ചെയ്യാൻ അവസരമുള്ളപ്പോൾ അബ്രാഹാം ചെയ്തില്ല. അവർക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അബ്രാഹാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരൊറ്റ കാര്യമാണ് ഹിത്യർ അബ്രാഹാമിനെ കുറിച്ച് അങ്ങനെ പറയാനും. അബ്രാഹാമിൻ്റെ ഭാര്യ സാറ അവിടെ വെച്ച് മരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇഷ്ടമുള്ള സ്ഥലം എടുത്തോളാനാണ് പറഞ്ഞത്, സാറയെ അടക്കുവാൻ. പക്ഷെ അബ്രാഹാം ഫ്രീ ആയിട്ട് വാങ്ങിച്ച 450 വെള്ളിക്കാശ് കൊടുത്ത് ഒരു സ്ഥലം വാങ്ങി അവിടെ മക്പേല ഗുഹ പണിത് അവിടെയാണ് തൻ്റെ ഭാര്യയെ അബ്രാഹാം അവിടെ സംസ്കരിച്ചത്. കാരണം തൻ്റെ ജീവിതം പങ്കുവെച്ച് ജീവിത പങ്കാളിക്ക് ദാനം കിട്ടിയ സ്ഥലത്തല്ല, എൻ്റെ അധ്വാന ഫലം കൊണ്ട് ഞാൻ കല്ലറ പണിയുമെന്ന് പറഞ്ഞ അബ്രാഹാം അങ്ങനെ സാറേ അവിടെ. പക്ഷെ അവരന്ന് അബ്രാഹാമിനോട് വന്ന് പറഞ്ഞു ഇഷ്ടമുള്ള സ്ഥലം എടുത്തോളം പറഞ്ഞു. അത്രമാത്രം അവരുടെ ഇടയിൽ സമാധാനമുണ്ടാക്കി. ആ രീതിയിലാണ് അബ്രാഹാം അവിടെ ജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഒരു കാര്യം കൂടി കർത്താവ് പറഞ്ഞു, ഭാഗ്യം 8ാമത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പിന്നെ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് സകല ദൂഷവും മറ്റുള്ള പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ഒരു പരാതിയുണ്ടല്ലോ, ഞാൻ ആർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. ഞാൻ ആർക്കൊക്കെ നന്മയുണ്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പരാതിയാണ്. നീ ഒരിക്കലും അങ്ങനെ പറയണ്ട. അങ്ങനെ നമ്മൾ നന്മ ചെയ്തിട്ട് തിന്മ പ്രതിഫലമായി അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാമോ? നന്മ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രതിഫലമായി കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിന് പകരം തിന്മ അനുഭവിക്കും, പ്രതിഫലം ഇരട്ടിയായി വർദ്ധിച്ചെന്നാണ് അവിടെ പറയുന്നത്. സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചു. പ്രിയമുള്ളവരെ, അപ്പം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട യാതൊരു കാര്യമില്ല. തിന്മ നമുക്ക് പ്രതിഫലമായിട്ട് വന്നുകൊള്ളട്ടെ, പ്രതിഫലം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ 8 ഭാഗ്യങ്ങളാണ് ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങൾ. ഈ ഭാഗ്യത്തോടെ ജീവിക്കാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. അത് നമുക്ക് സാധിക്കുന്നത് ദൈവവചന വായനയിലൂടെ, ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ആരാധനയിലൂടെ, സമർപ്പണത്തിലൂടെയാണ്. നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള അഷ്ടഭാഗ്യങ്ങളോടെ ഭൂമിയിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടും.